വെൽക്കം ടു സ്റ്റാർ ജാം. ഇന്ന് സ്റ്റാർ ജാമിൽ ഞാൻ മലയാളത്തിലെ ഒരു യങ് സിംഗറിനെയാണ് ഹോട്ട് സീറ്റിൽ ഇരുത്താൻ പോകുന്നത്. ഇദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ഈ സിംഗറിന്റെ പാട്ടുകളെല്ലാം മലയാളികളെ മെല്ലെ മെല്ലെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ കൊല്ലും മഞ്ഞും പുള്ളും പെണ്ണേ, ഇപ്പൊ ഈ ശബ്ദത്തിന് ചിറക് വിരിഞ്ഞിരിക്കുകയാണ്. മാണിക്കച്ചിറകുള്ള മാറത്തു കൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. ഇന്ന് സ്റ്റാർ ജാമിന്റെ കൂടെ ഉള്ളത് ഒരു യങ് സിംഗർ ആണ്. ഈ പാട്ടുകളൊക്കെ പാടിയ പാട്ടുകാരൻ the one and only. Hi, I'm Job Kurian. വെൽക്കം ടു മൈ ഷോ. Thank you so much. ജോബിന്റെ വോയിസ് ഇപ്പൊ മലയാളികൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ട്രെൻഡി സിംഗർ ആയിക്കൊണ്ടിരിക്കുന്നു. ഹൗ ഡു യു ഫീൽ? നല്ലൊരു ഫീലിംഗ് ആണ്. കാര്യം ഇങ്ങനെ പതുക്കെ ഗോഡ് ഗ്രേസ്, ദൈവം അനുഗ്രഹിച്ച് പതുക്കെ ഓരോ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട് കരിയറിൽ. പക്ഷെ ജോബിന്റെ പാട്ടുകൾ എല്ലാവർക്കും അറിയാം. Now tell me, who is Job? ആരാണ് ജോബ്? കുട്ടനാട്ടുകാരനാണ്. ഞാൻ ട്രിവാൻഡ്രം സെറ്റിലാണ്. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മ്യൂസിക്കിലേക്ക് ഫുൾ ടൈം ചെയ്യാനായിട്ട് ദൈവം ഒരു അവസരം തരുന്നു. റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് വരുന്നു. പിന്നെ സ്ലോലി ഇറ്റ്സ് ഹാപ്പനിങ്. താങ്ക് ഗോഡ്. ഐ എം വെരി പാഷനേറ്റ് അബൌട്ട് മ്യൂസിക്. ദാറ്റ്സ് വാട്ട് ഐ ക്യാൻ സേ. ജോബ് എന്നുള്ള സിംഗറിനെ ഇപ്പൊ ജോബ് എങ്ങനെ പ്ലേസ് ചെയ്യുന്നത് മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ? അങ്ങനെ ഞാൻ നോക്കാറില്ല. എനിക്ക് കിട്ടുന്ന തരുന്ന പാട്ടുകൾ നന്നായി പാടാനുള്ള മാക്സിമം എഫേർട്ട് ഇടാറുണ്ട്. അതുകൊണ്ടാണ് ആയിരിക്കാം I am getting good output. Very good. And so Job, let's start the show. Welcome to Star Jam. Thank you once again. So here we go. And Jobന്റെ ഒരു പാട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. So tell me, you're my boss. Job എന്ന പാടുന്ന പാട്ട് ഞാൻ പ്ലേ ചെയ്യും. Sure. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ച്വലി ദീപക് ദേവ് സാറ് തന്ന ആരാണ് തന്നെയാണ് എനിക്ക് മലയാളികളുടെ ഇടയ്ക്ക് ഒരു അംഗീകാരം തന്ന ഒരു പാട്ട് ഫിലിമിൽ. I'll sing that song. Go. കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പാറ്റണ് നിറ നിറയട്ടെ തന്തിര തന്താനോ. കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പാറ്റണ് നിറ നിറയട്ടെ തന്തിര തന്താനോ. You're listening to Star Jam on Club FM 94.3. ടൺ കണക്കിന് ഫൺ. ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. Star Jam with RJ Sean. ജോബ് കുര്യന് ഒരുപാട് ബന്ധമുള്ള കുറച്ച് ആൾക്കാരുടെ പേരാണ് ഞാൻ പറയാൻ പോണേ. ഇവരൊക്കെ ജോബ് കുര്യൻ ആരാണ്, എങ്ങനെയാണ്, ആൻഡ് സ്റ്റോറി വിത്ത് ദം. ഇതാണ് ജോബ് കുര്യൻ ഇനി പറയേണ്ടത് ഓൺ സ്റ്റാർ ജാം. ഓക്കെ ഡൺ. ആദ്യം ഞാൻ ഏത് പേരായിരിക്കും പറയാ? തുടക്കം മുതലേ പോരട്ടെ. സോ ഫസ്റ്റ് നെയിം സ്റ്റീഫൻ ദേവസി. ലൈക്ക് മൈ ബ്രദർ സ്റ്റീഫൻ ചേട്ടൻ തന്നിട്ടുള്ള കോൺഫിഡൻസ് ഓൺ സ്റ്റേജ്, ഞങ്ങൾ ഈ സൂപ്പർ സ്റ്റാറിൽ ഭയങ്കര ഒരു എനർജിയാണ് പുള്ളി കൂടെ ഉള്ളപ്പോൾ. 7 വർഷം കഴിഞ്ഞു, ഇപ്പോഴും സൂപ്പർ സ്റ്റാർ ആണ് ജോബ് പാടുന്ന കാര്യത്തിൽ. വാട്ട് യു തിങ്ക്? ഐ മീൻ 7 വർഷം മുമ്പുള്ള സ്റ്റീഫൻ ആദ്യമായിട്ട് കാണുക. അന്ന് സ്റ്റീഫൻ സ്റ്റാറായി, ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കീബോർഡിസ്റ്റിൽ ഒരാള്. ആൻഡ് ഹൗ വാസ് ഇറ്റ്? ഞാൻ പറയല്ലോ, എനിക്ക് സൂപ്പർ സ്റ്റാർ എന്നുള്ള ഷോ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഇത്രയും വലിയ മ്യൂസീഷ്യൻസിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതാണ്. ദാറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഞാൻ പറയാം, ഇപ്പോൾ സ്റ്റേജിൽ വെൻ വി ഷെയർ വിത്ത് സ്റ്റീഫൻ ചേട്ടൻ, നമ്മൾ പുള്ളിയെ നിൽക്കുമ്പോൾ തന്നെ ഒരു ധൈര്യമാണ്. മിസ്റ്റേക്സ് വന്നാലും ഹീൽ കവർ ഇട്ട് അപ്പ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ്. പുള്ളി ഒന്നും പഠിക്കണ്ടോ, നീ പാട്, ബാക്കി ഞാൻ ഏറ്റ് എന്നാ പുള്ളി ആ പറയുമ്പോൾ ദാറ്റ് ഗീവ്സ് പവർ. അത് പ്രത്യേകിച്ച് ഇപ്പം ജഡ്ജസ് ആയ ദീപക് സാറും അൽഫോൻസ് ചേട്ടനും ബാലചേട്ടനും എല്ലാവരും നമുക്ക് വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ ഇൻ ദാറ്റ്. ദീപക് ദേവ് അതന്നെ ഞാൻ ചെയ്ത റിയാലിറ്റി ഷോയിലെ ജഡ്ജ് ആയിരുന്നല്ലോ ദീപക് സാർ. അപ്പം അവിടെ നിന്ന് തുടങ്ങിയതാണ് ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഗുരു ശിഷ്യൻ ബന്ധം. പുള്ളിനെ കറക്ഷൻസ് ആയാലും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. ആൻഡ് ബിജിപാൽ ജെനുവിൻ മ്യൂസീഷ്യൻ. ഞാൻ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് കേരളത്തിൽ നിന്നുള്ള എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ വർക്ക് ചെയ്യാൻ അത്രയും എളുപ്പമാണ്. ബിജുചേട്ടൻ്റെ അടുത്ത് കൺവേ ചെയ്യാനും പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത് അത്ര ഫ്രീഡം ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം അൽഫോൻസ് ജോസഫ് പുള്ളി ഞങ്ങളുടെ മെന്ററും കൂടെ ആയിരുന്നു. അതിൻ്റെ അകത്ത് പുള്ളിയാണ് ടിപ്സ് തരുന്ന വോക്കൽ എക്സസൈസസ്. എന്താണ് വോക്കൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ? ഇപ്പോൾ റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വോക്കൽ എക്സസൈസിന്റെ ടിപ്പ് പറഞ്ഞു കൊടുക്കും. അൽഫോൻസ് ജോസഫ് ജോബിന് പറഞ്ഞ ടിപ്പ് ജോബ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ വവൽസ് വെച്ചിട്ടൊക്കെ ഹോ 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 എന്നൊക്കെ പറഞ്ഞ് വെസ്റ്റേൺ രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്. ദാറ്റ് ഇൻക്രീസസ് നമ്മുടെ ത്രോ വോയിസിന്റെ ആ ഒരു പഞ്ച് കൂട്ടാനും ഒക്കെ ഉള്ള എക്സസൈസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല എക്സസൈസും പുള്ളി അന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ കുറേയൊക്കെ നമ്മൾ പുള്ളി പറഞ്ഞതനുസരിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇംപ്രൂവ്മെന്റ് കുറച്ചായിട്ടൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. You're listening to Star Jam on Club FM 94.3. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean.
ഇനി ഞാൻ ജോബ് കുര്യന്റെ ലൈഫ് ഓഫ് എ റിയാലിറ്റി ഷോ സിംഗർ, ഐ മീൻ ജോബ് കുര്യൻ സ്റ്റാർട്ട് ചെയ്തത്, ജോബ് കുര്യന്റെ യാത്ര, ദെൻ ജോബ് കുര്യൻ എന്തായി, ഇത്തരം ഒരു മ്യൂസിക് ബുക്ക് എഴുതാൻ പോവാണ് ഞാൻ, ലൈഫ് ഓഫ് ജോബ് കുര്യൻ ആസ് എ സിംഗർ. എന്നാൽ കഴിയുന്നത് ഞാൻ പറയാം. ലെറ്റ്സ് ഗോ. വെൽ, ഓഡിഷന് വന്ന ജോബ് കുര്യൻ എന്ന് പറയുമ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഫിനിഷ് ചെയ്തിട്ട് എന്റെ വീട്ടിൽ അതായിരുന്നു എന്റെ ഏക കണ്ടീഷൻ, യു ഡു വാട്ട് എവർ യു വാണ്ട് ബട്ട് ഫിനിഷ് യുവർ കോഴ്സ്. അപ്പൊ അത് തീർത്തിട്ട് ഐ വാസ് സിംഗിങ് ഫോർ എ ഹോട്ടൽ ബാൻഡ്. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആണ്. ഫ്രണ്ട്സിനോട് രാത്രി പോയി ഹോട്ടലിൽ പാടാ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതൊരു ലൈവ് ബാൻഡ് എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ആൾക്കാർ പിന്നെ കൈയടിച്ച് പ്രോപ്പർ സപ്പോർട്ട്? ഫോറിനേഴ്സ് ആണ് കേൾക്കുന്നത് മുഴുവൻ. അപ്പോൾ അവര്, ഞാൻ പറയട്ടെ, അവരുടെ റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. അവര് കേൾക്കും, ക്രിട്ടിക്കലി അത് പറയും, അപ്രിഷിയേറ്റ് ചെയ്യേണ്ടടുത്ത് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യേണ്ടടുത്ത് ചെയ്യും. മലയാളം ഇംഗ്ലീഷ് സോങ് പാടുമ്പോൾ സാഹിബിന് ഇഷ്ടമാവാറുണ്ട്. സാഹിബ് അവർ അപ്രിഷിയേറ്റ് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് ദേ അപ്രിഷിയേറ്റ് ചെയ്യാതെ. എന്നിട്ട് പിന്നെ അവർ വന്ന് പറയും ഇത് ശരിയായില്ല, ഇത് ശരിയായില്ല, പേഴ്സണലി വന്ന് പറയാറുണ്ട്. അത് അപ്പം നമ്മൾ അതിനകത്ത് കറക്ഷൻസ് ചെയ്യാൻ നോക്കാറുണ്ട്. നല്ല കാശ് കിട്ടുമായിരുന്നു ഹോട്ടലിൽ പാട്ട് പാടുമ്പോൾ. നോട്ട് ബാഡ്. അന്ന് നമ്മുടെ ഈ കോഴ്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓഫ് ബീറ്റ് വേറൊരു കരിയർ ചൂസ് ചെയ്യാണ്. മ്യൂസിക് എന്ന് പറയുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കരിയർ ചൂസ് ചെയ്യുമ്പോൾ തുടക്കം വളരെ ടഫ് പാട് തന്നെയാണ് നമ്മൾ. പക്ഷേ നോട്ട് ബാഡ്. എന്റേതായ ഒരു സംഭാവന ഞാൻ ഫാമിലിക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അവിടുന്ന് ഓഡിഷനിലേക്ക് പോവാണ്. അതെ, ജസ്റ്റ് ഞാൻ ചുമ്മാ കാഷ്വലി പോവാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സജി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പുള്ളി പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു ഷോ വരുന്നുണ്ട്, വൈ കാണ്ട് യു ട്രൈ. അന്നാണെങ്കിൽ റിയാലിറ്റി ഷോസിന്റെ കുത്തൊഴുക്ക് തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് വൺ എന്ന് പറയാം. കേരളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ ആയിരുന്നു. അതെ, കേരളത്തിലെ എനിക്ക് ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ആദ്യത്തെ റിയാലിറ്റി ഷോ ആയിരുന്നു. ആൻഡ് അന്ന് പിന്നെ ഓഡിഷൻ കണ്ടസ്റ്റന്റ് ആയിട്ട് പോകുന്നു. ഞാൻ വിചാരിക്കുന്നത് ഒരു CD കൊടുത്തിട്ട് വരാം, അത്രേ നടക്കുള്ളൂ. ഇവർക്കൊക്കെ ദീപക് സാറുണ്ട്, അൽഫോൺസ് ചേട്ടൻ, ബാലഭാസ്കർ, ബാലചം. അപ്പൊ എന്തായാലും ഒരു CD ഒക്കെ കൊടുത്തിട്ട് തിരിച്ചു പോരാം എന്നുള്ള ഇതിലാ പോകുന്നത്. പാടി കഴിഞ്ഞപ്പോൾ ബാലചേട്ടൻ പറഞ്ഞു, ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റിസോർട്ടിൽ പാടുകയാണ്. ബാലചേട്ടൻ എന്നാൽ അത് വിട്ടോ, നിനക്ക് ഇനി ആ പണി അത് വേണ്ട എന്ന് പറഞ്ഞു, നീ പോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വിളിക്കുന്നത്. യു ആർ സെലക്ടഡ് എന്ന് പറയുന്നത്. കണക്കിന് ഫൺ. വെൽ, ഞാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കളിക്കാൻ പോവാണ് സിംഗർ ജോബ് കുര്യന്റെ കൂടെ. ഞാൻ കുറച്ച് മനസ്സിൽ തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആക്കി തരും. യു ഹാവ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഷുവർ. ഓക്കെ, ഹിയർ വി ഗോ. ഞാൻ ലൈഫിൽ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല സ്ത്രീ ശബ്ദം ഡാഷ് ആണ്. നമ്മുടെ സ്വന്തം ചിത്രേച്ചി എന്തായാലും അതിൽ പെടും. പിന്നെ ഇന്റർനാഷണലി ഞാൻ കേൾക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം നോറ ജോൺസ്. റൊമാൻറ്റിക് വോയിസ് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഈ ശബ്ദമാണ് ഡാഷ്. ഹരിജി ആയിരിക്കും. വന്ന് എന്നോട് കലந்து വിട്. ഇന്നത്തെ ഇന്ത്യയിലെ യങ് സിംഗർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഡാഷ്. ജാവേദ് അലി. മോലാ 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 മേരെ മോലാ. സൂഫീഷ് എനിക്ക് ഏറ്റവും ഫീലുള്ള ഒരു സിംഗറായിട്ട് ഫീൽ ചെയ്യുന്ന one of the best ജാവേദ് അലി. ഒരു ഫാസ്റ്റ് നമ്പർ, ഒരു ഐറ്റം സോങ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഇദ്ദേഹം അല്ലാണ്ട് മറ്റൊരു സിംഗറിനെ കുറിച്ച് സുഖ്വിന്ദർ സിംഗ് വിത്ത് നോ ഡൗട്ട്. ചൽ ഛയ്യ 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 ചൽ ഛയ്യ ഛയ്യ ഛയ്യ. ഇങ്ങനത്തെ ജോണേഴ്സിൽ ഒന്നും ഒതുങ്ങി നിൽക്കുന്നില്ല ജോബ് എല്ലാ ജോണറും പാടുന്നുണ്ട്. സോ വാട്ട് ആർ യു ബേസിക്കലി? ഐ എം എ വേൾഡ് മ്യൂസിക് ലവർ എന്ന് പറയാം. എല്ലാം കേൾക്കാൻ നോക്കാറുണ്ട്. ഇപ്പം എല്ലാം നമുക്ക് പാടാൻ പറ്റില്ല, ബട്ട് ഐ എൻജോയ് ഓൾ കൈൻഡ് ഓഫ് മ്യൂസിക്. ജോബിന്റെ ഫേവറേറ്റ് ജോണർ എന്താ? എന്റെ ഫേവറേറ്റ് ജോണറാണ് വേൾഡ് മ്യൂസിക് എന്ന് പറഞ്ഞ ജോണറുണ്ട്. അതായത് ഇറ്റ് കംസ് നമ്മുടെ ഇന്ത്യൻ ഇൻഫ്ലുവൻസസ് ഉള്ളതും പ്ലസ് ജാസ്, ബ്ലൂസ്, അങ്ങനത്തെ ചിൽ ഔട്ട് എല്ലാ ജോണറും കൂടെ അതിന്റെ എല്ലാം പെടുന്ന ഒരു ജോണറാണ് വേൾഡ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു പാട്ട് പാടാൻ വിളിക്കുമ്പോൾ ജോബ് മനസ്സിൽ ആലോചിക്കണ എന്താ? ആദ്യം പേടിയാണ്. എപ്പോഴും എനിക്ക് പാടാൻ പറയുമ്പോൾ മുട്ട് ഇടിക്കാറുണ്ട്. ബട്ട് വൺസ് ഐ സ്റ്റാർട്ട്, ദിവസം നല്ലതാണെന്ന് തോന്നുമ്പോൾ ദൈവം സഹായിച്ച് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകും. മ്യൂസിക് ഡയറക്ടേഴ്സ് പാടുന്ന പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണ്, ഡാഷ് ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആരോമലേ, നമ്മുടെ അൽഫോൺസ് ചേട്ടൻ പാടിയ റഹ്മാൻ സാറിന്റെ പാട്ട്. I'll play that song for you. Sure, thank you so much. So that's Job Kurian, young singer Job Kurian with us, and that song എങ്ങനെയാണ്? ആരോമലേ ആരോമലേ ആരോമലേ. You're listening to Star Jam on Club FM 94.3. ഇന്ന് സ്റ്റാർ ജാമിൽ ഞാൻ മലയാളത്തിൽ ഒരു യങ് സിംഗറിനെയാണ് ഹോട്ട് സീറ്റിൽ ഇരുത്താൻ പോകുന്നത്. ഹായ്, ഐ ആം ജോബ് കുര്യൻ. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. Star Jam with RJ Sean.
Define a life of a reality show contestant. ലൈഫ് ഓഫ് എ റിയാലിറ്റി ഷോ കോണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഇഫ് യു ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ വിത്ത് ദ സക്സസ് ഓഫ് എ റിയാലിറ്റി ഷോ ഇറ്റ്സ് സൂപ്പർ. റിയാലിറ്റി ഷോ ജയിച്ചു, യു അച്ചീവ് എവറിത്തിങ് എന്ന് വിചാരിച്ചാൽ ദാറ്റ്സ് എ ഫൂളിഷ്നെസ് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ബിക്കോസ് റെക്കഗ്നേഷൻ ആൾക്കാർ മനസ്സിലാകുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്, അത് അതിൽ കിട്ടും. പക്ഷെ മ്യൂസിക്കലി നമ്മളെല്ലാം ആയെന്ന് വിചാരിച്ചാൽ ഐ തിങ്ക് യു വിൽ ബി എ ഫെയിലിയർ എന്ന് തോന്നുന്നു. കാരണം മ്യൂസിക്കലി നമ്മുടെ പുറകിലുള്ള ലെജൻസിന്റെ അവരുടെ ഹാർഡ് വർക്കും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് വൺ ഫൈൻ മോർണിംഗ് യു ബിക്കം എ സ്റ്റാർ, അത്രയും റെക്കഗ്നേഷൻ കിട്ടുന്നു. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് എന്താ പറയുക, അതൊരു ശാശ്വതമായ ഒരു സംഭവമല്ല. യു കീപ് putting your effort, improve yourself, you have a better chance in future. You know, number 1, number 2, number 3 ലൊന്നും ഒരു കാര്യമില്ലെന്ന് പിന്നീട് എപ്പോഴാണ് മനസ്സിലായത്? ഞാൻ പറയാം, ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ് ടു വിൻ. അത് എന്തായാലും പറഞ്ഞേ പറ്റൂ. അതിനുശേഷം പിന്നീട് ലൈഫിൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അത് പണ്ട് മുതലേ ഞാൻ ഇന്ന് വരെ ജയിച്ചിട്ടില്ല ഒരു കോമ്പറ്റീഷനും. അങ്ങനെ നോക്കിയാൽ 5th 6th ഒക്കെ ആയിരുന്നു, സ്കൂളിൽ 4th. ഇന്ന് വരെ എനിക്ക് ഐ വാസ് നോട്ട് ഏബിൾ ടു സ്റ്റേറ്റ് ലെവലിലൊരു യുവജനോത്സവം ഒന്നും എനിക്ക് കയറാൻ പറ്റിയില്ല. കാര്യം യൂത്ത് ഫെസ്റ്റിവൽ തന്നെ അത്ര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ തന്നെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ യു കീപ് ട്രൈങ്, ഇഫ് ഇറ്റ് ഇസ് ദെയർ ഫോർ യു, മോളിൽ നിന്ന് തരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലൊക്കെ വരും. അപ്പോൾ എന്തോ എനിക്കറിയില്ല, താങ്ക് ഗോഡ് വരുന്നുണ്ട്. ഐ എം ഗെറ്റിംഗ് ഇനഫ് ഗുഡ് സോങ്സ്. He is very real, he is very genuine. That's Job Kurian with us on Club FM. Star Jam. You're listening to Star Jam on Club FM 94.3. Tan kanangena Fun. ജോബിനെ വെച്ച് ഞാനൊരു സോങ് റൗണ്ട് നടത്താൻ പോവാണ്. എനിക്ക് ജോബിന്റെ പാട്ടുകൾ കേൾക്കണം. ഇനി റെഡി? ജോബ് ഒരു ലവ് സോങ് പാടും. तेरे नाम से जी लूं, तेरे नाम से मर जाऊं, तेरी जान के सदके मैं कुछ ऐसा कर जाऊं. Your favorite AR Rahman track? രാസാത്തി ഉസിര് എന്നതില്ല, പൂച്ചൂടി വാക്കപ്പെട്ട് പോര പുള്ള. ഒരു പഴയ ഹിന്ദി സോങ് പാടും. ചൗദവീ കാ ചാന്ദ് ഹോ യാ ആഫ്താബ് ഹോ. ഇളയരാജ രാജാവാക്കുന്ന ഈ സോങ് ആണ്. തെൻ പാണ്ടിച്ചീമയില തേരോടും വീതിയില മാൻ പോല വന്നവനെ യാരടിത്താരോ യാരടിത്താരോ യാരടിത്താരോ. പാടുമ്പോ ജോബിന് വിഷമം വരുന്ന ഒരു പാട്ട്, വിങ്ങൽ വരുന്ന പാട്ട്. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി. പാടുമ്പോഴും കേൾക്കുമ്പോഴും ആ ഫിലിം കാണുമ്പോഴും ഒക്കെ വിങ്ങൽ തന്നെയാണ്. ഇംഗ്ലീഷ് ഫീലുള്ള സോങ്. Darkness coming round and everybody fighting with their brothers. Everybody wants control and hesitate to kill one another. ജോബിനെ ജോബാക്കി എന്ന് തോന്നുന്ന ഒരു പാട്ട്. സൂപ്പർ സ്റ്റാറിൽ ഫസ്റ്റ് റൗണ്ടിൽ പാടിയ, അതായത് ഔട്ടാകും എന്ന് തന്നെ വിചാരിച്ചാണ് ഞാൻ ആ കോമ്പറ്റീഷനിൽ പോകുന്നത്. ബട്ട് ഈ പറഞ്ഞ ആ പാട്ട് പാടുകയും ജഡ്ജസിന് ഇഷ്ടപ്പെടുകയും, സോ ഐ ഫീൽ ദാറ്റ് സോങ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ. തൂനെ ക്യാ കർ ഡാലാ മർ ഗയി മേ മിट गई मैं हो जी हाँ जी हो गई मैं तेरी दीवानी दीवानी तेरी दीवानी दीवानी. Oh, super. Well, Job Kurian is here with us on Club FM. Star Jam. Tan kanakina. Fun. तूने क्या कर डाला, मर गई मैं मिट गई मैं हो जी आज हो गई मैं तेरी दीवानी दीवानी तेरी दीवानी दीवानी. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. ജോബ് കുര്യന്റെ ലൈഫ് ഓഫ് എ റിയാലിറ്റി ഷോ സിംഗർ എന്നാൽ കഴിയുന്നത് ഞാൻ പറയാം. ലെറ്റ്സ് ഗോ. വെൽ, വീണു പോകുന്ന ഇടത്തിൽ നിന്ന് വീണ്ടും എഴുന്നേറ്റ് വരാം, അങ്ങനത്തെ യുനോ സിനിമാറ്റിക് എന്താ പറയാ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. സിനിമാറ്റിക് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം എലിമിനേഷൻ റൗണ്ടിൽ അങ്ങ് അറ്റം വരെ എത്തിയുന്ന ആളാണ്. അപ്പം ഞാൻ പേഴ്സണലി എൻ്റെ മ്യൂസിക്കിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ഡസൻ കം ഇൻസൈഡ്, അതിൽ ഒതുങ്ങുന്നില്ല, റിയാലിറ്റി ഷോയിൽ മാത്രം ഒതുങ്ങുന്നില്ലായിരുന്നു. ഞാൻ അന്നേ ഐ വാണ്ടഡ് ടു കമ്പോസ് ആൻഡ് ഐ വാണ്ടഡ് ടു ഗോ മച്ച് ഫർദർ. പക്ഷേ സ്റ്റിൽ എലിമിനേഷൻ റൗണ്ടിൽ വന്ന് നിന്നു. അപ്പം ജഡ്ജസ് എല്ലാം പറയാം, നീ ഇനി മര്യാദയ്ക്ക് ഒരു മലയാളം പാട്ട് പഠിക്കുക, അല്ലെങ്കിൽ നീ ഔട്ടാണ് അടുത്ത സീസൺ ഇതിലെന്ന് പറയാം, എപ്പിസോഡിൽ. അയ്യോ അങ്ങനെയാണോ? സത്യത്തിൽ നിങ്ങളപ്പോൾ വീട്ടിൽ പോയിരുന്ന ഫുൾ പ്രാക്ടീസ് ആണോ? പ്രാക്ടീസ് ചെയ്ത് പേടികൊണ്ടൊക്കെ ചെയ്യും. കാര്യം വി ഹാവ് ടു ഡു വെൽ, അതർവൈസ് വി ആർ എത്ര ദിവസമുണ്ട്, എത്ര സമയമുണ്ട് ശരിക്കും? ഒരു പാട്ടിൽ നിന്ന് എലിമിനേഷൻ കഴിഞ്ഞു, അടുത്ത എലിമിനേഷൻ മുമ്പ് എത്ര സമയമുണ്ട്? 1 week time.
1 week ടൈമിലാണ് അടുത്ത ഷൂട്ട് വരുന്നത്. അപ്പോൾ യു ഹാവ് ടു സിങ് സോ മെനി സോങ്സ്. വീട്ടിലിരുന്ന് പോയി പാട്ട് പാടണം. അപ്പോൾ വീട്ടിലിരുന്ന് പോയി പാടണം, വേറെ രക്ഷയില്ല. എന്നിട്ട് ഏത് പാട്ട് പാടിയാ തിരിച്ചു വന്നു? എന്നിട്ട് അത് കണ്ണീർ പൂവിന്റെ ആയിരുന്നു ആ റൗണ്ടിൽ ഞാൻ പാടിയത്. ആ എലിമിനേഷൻ ഞാൻ രക്ഷപ്പെട്ട പാട്ടാണ് ആ പാട്ട്. താങ്ക്സ് ടു ജോൺസൺ മാസ്റ്റർ ആൻഡ് ദ ഗ്രേറ്റ്സ്. Then when did you feel that okay you are on top of the world? I have never felt that way, but I was പല പ്രാവശ്യം നമ്മൾ അങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ, ബട്ട് ദാറ്റ്സ് വാട്ട് യു ഫീൽ. അതാണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നെ ഈ പറഞ്ഞ പോലെ പ്ലേ ബാക്ക് ഇതിൽ നമ്മൾ പാടുകയും ആൾക്കാർ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഐ ഫീൽ വെരി നൈസ്. ആൻഡ് റിയാലിറ്റി ഷോയുടെ ഫൈനൽ റൗണ്ടിലെത്തി, യു വാണ്ടഡ് ടു വിൻ ഇറ്റ്, അങ്ങനെ ഉണ്ടായിരുന്നു. എവറിബഡി വാണ്ട്സ് ടു വിൻ, അതിൽ കള്ളം പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഐ വാസ് റെഡി ടു ടേക്ക് ദി സെക്കൻഡ് പൊസിഷൻ ഓർ തേർഡ് പൊസിഷൻ. ഐ വാസ് ഓക്കെ ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഗുഡ് ടാലൻസ് വേറെ വന്നാൽ നമ്മൾ അത് അപ്രിഷിയേറ്റ് ചെയ്യണം. That's Job Kurian with us on Club FM. Star Jam. Tan kanangena. Fun. Star Jam with RJ Sean. Okay, let's go. Singer Job Kurian is here with us on Star Jam. Are you ready? Yeah. എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടം നാടൻ പാട്ടുകളാണ്. True or false? True. Why? ജെനുവിൻ സ്ട്രൈറ്റ് ഫ്രം ദി ഹാർട്ട് ആണ്. കാരണം അവർ അന്നും ഫോക്ക് സോങ്സ് ഉണ്ടാവുന്നതും ഒക്കെ അങ്ങനെയാണല്ലോ. അവർ എക്സ്പ്രസീവ് മ്യൂസിക് ആണ് അത്. അപ്പോൾ ഐ തിങ്ക് അത് ഭയങ്കര ഫീൽ ഉള്ള ഒരു ജോണറാണ് ഫോക്ക്. ജോബ് എപ്പോ ഫോക്ക് പാടുന്ന സമയത്തും കില്ലറാണ്. ഐ മീൻ അത് പാടുമ്പോൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. വാട്ട് മേക്സ് യു ഡിഫറെന്റ്? ആ ഫോക്ക് പാടുമ്പോൾ ജോബ് അല്ലാണ്ടാവുന്നത് എവിടെയാണ്? ഇത് കാര്യം ഈ പറഞ്ഞ പോലെയാണ് അതിന്റെ ഫീൽ എന്ന് പറയുന്നത് ദ സോൾ ഓഫ് ഫോക്ക് മ്യൂസിക്. അത് ഭയങ്കര ഒരു നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ വന്ന വഴി നമ്മുടെ റൂട്ട്സ് ആണ് അത് കാണുന്നത്. ഇപ്പം മലയാളം ഫോക്ക് ആയാലും തമിഴ് ഫോക്ക് ആയാലും എല്ലാം അതിന്റെ റൂട്ട്സ് അത്രയും ട്രഡീഷണൽ ആണ് ഫോക്ക് മ്യൂസിക് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനൊരു ഫീൽ ഉണ്ട്, അത് ജെനുവിൻ ആണ്. അപ്പോൾ ഐ ട്രൈ ഗിവ് മി എ ഡെമോൺസ്ട്രേഷൻ. ഏതെങ്കിലും ഒരു കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവൻ മഹാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. മറ്റ് പല പാട്ടുകളെക്കാളും ലൈഫ് ഉള്ളത് ഇത്തരം പാട്ടുകൾക്കാണ് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, അതിന്റെ സോൾ അതിന്റെ ജെനുവിൻ ആണ് ഫോക്ക് സോങ്സ് എന്ന് പറയുമ്പോൾ. അത് പഴയ പാട്ടുകാർ പാട് കേൾക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. നമുക്ക് വി ഹാവ് ദ റീച്ച്, അങ്ങനെ അതിലേക്ക് എത്താനൊക്കെ ഉള്ളൂ ത്രൂ ഗ്രേറ്റ് മ്യൂസീഷ്യൻസ്, പഴയ ആൾക്കാർ പറയുന്നത്. ശരിക്കും പാടുന്ന ആരാ? നാടൻ പാട്ടുകാരാണോ നന്നായി പാടുന്നത്? നിങ്ങളെ പോലുള്ള പുത്തൻ പാട്ടുകാരാണ്? നാടൻ പാട്ടുകാരാണ് നന്നായി പാടുന്നത്, നോ ഡൗട്ട് അബൌട്ട്. അവർ നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കൊണ്ടുവരാൻ നോക്കാറുണ്ട്. വി ട്രൈ ടു ഡു ദാറ്റ്. പിന്നെ അതിന്റെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ അതിന്റെ കളറിംഗ് വൈസ്, അതിന്റെ ഓർക്കസ്ട്രേഷൻ, അതിലായിരിക്കും നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു എക്സ്ട്രാ ഒരു പുതിയ ഫ്ലേവർ കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ വി ട്രൈ ടു ഡു ദാറ്റ്. കൊച്ചിന് മുതൽ കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇന്നർ മ്യൂസിക് സെൻസിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. ആ പെയിൻ, ചില പാട്ടൊക്കെ മിക്കതും പെയിൻഫുൾ അവരുടെ എക്സ്പ്രസ് ചെയ്യുന്ന മ്യൂസിക്കാണല്ലോ ഈ ഫോക്ക്. എല്ലാ ടൈപ്പും ഉണ്ട്, ബട്ട് നമ്മളെ അത് ചിലത് വളരെ ക്യാപ്ചർ ചെയ്യും നമ്മളെ. അതായിരിക്കും ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ നമ്മൾ ആസ് എ പേഴ്സൺ ഓൾസോ അത് വളരെ അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അതായിരിക്കും പുറത്തു വരിക മ്യൂസിക്കിലൂടെ. എനിക്ക് ഒരാളുടെ റിപ്ലിക്ക ആയിരിക്കും അയാളുടെ മ്യൂസിക് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. You're listening to Star Jam on Club FM 94.3. എൻ്റെ കൂടെ സിംഗർ ജോബ് കുര്യൻ ആണ്. മലയാള സിനിമയിലെ ന്യൂ ജെൻ സിംഗേഴ്സിൽ ഒരാളാണ്. ആൻഡ് യു ആർ എ ഫാന്റാസ്റ്റിക് സിംഗർ. യൂട്യൂബിൽ കപ്പാ ടിവിയുടെ മ്യൂസിക് മോജോയില് ആൻഡ് ഫേസ്ബുക്കില് ജോബ് ഇസ് എ ട്രെൻഡ്. താങ്ക് യു ഷാൻ. സോ നൗ യൂട്യൂബിൽ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ജോബിന്റെ ഏതൊക്കെ സോങ് ആണ്? ഏതെങ്കിലും ഒരു സോങ് പാടും. രാസാത്തീ ഉസിര് എന്നതില്ല പൂച്ചൂടി വാക്കപ്പെട്ട് പോര പുള്ള. ഈ ഇത്തരം സോങ്സ് അൺപ്ലഗ്ഡ് ആവുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ട്രെൻഡ് ആവുന്നത്? ഇത് എന്റെ മാത്രം ഇതല്ല, ഇറ്റ്സ് എ ടീം എഫേർട്ട്. അപ്പോൾ ഇവന്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും ആ ക്വാളിറ്റിയാണ് ആ ടോട്ടൽ സൗണ്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സോങ്ങിന്റെ ബ്യൂട്ടി എന്താണ്? ഈ സോങ്ങിന്റെ ബ്യൂട്ടി ഐ തിങ്ക് ഒറിജിനലി തന്നെ ഹി ഹാസ് കമ്പോസ്ഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫുൾ ക്രെഡിറ്റ്സ് ടു റഹ്മാൻ സർ. അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമുക്കത് കവർ അൺപ്ലഗ്ഡ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് അവേഴ്സ്, സോങ് ഇസ് ഹിസ്. ആൾക്കാരിലേക്ക് അത്ര എത്തിയോണ്ടായിരിക്കാം അത് പിന്നെയും ആൾക്കാർ കേൾക്കാൻ ഇഷ്ടമുള്ളത്. അപ്പം പക്ഷെ അതിന്റെ ഒരു നല്ലൊരു റെപ്ലിക്ക, നല്ലൊരു റീപ്രൊഡക്ഷൻ മാത്രമേ നമ്മൾ അവിടെ ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ഈ സോങ് കില്ലറാണെന്ന് തോന്നുന്ന ആ ഒരു പോയിന്റ് അതിന്റെ കോറൽ അറേഞ്ച്മെന്റ്സ് ആയിരിക്കും, അതിന്റെ വോയിസിങ്, അതിന്റെ ഹാർമണീസ്, കുറെ കൂടെ കോറസ് ഒത്തിരി ഉണ്ട്. അതിന്റെ ഓരോ വരിയിലും അതിന്റെ ഹാർമണീസും. അത് അമൽ ആന്റണി എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഡൺ ഇറ്റ് വെരി വെൽ.
Why did you pick this song? I mean, വേറെ ഒരുപാട് പാട്ടുകളുടെ ഇടയിൽ ഈ പാട്ട് ചൂസ് ചെയ്യാം. ഒരു അൺപ്ലഗ്ഡിന് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ സോങ് എന്ന് തോന്നുന്ന ഒരു പോയിന്റ് എന്താ? പോയിന്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വി ഹാവ് പ്ലസസ് ആസ് വെൽ ആസ് മൈനസ്. പാട്ടുകാരെന്നുള്ള രീതിയിൽ നമുക്കും ലിമിറ്റേഷൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലസ്സിലുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലുള്ള പാട്ടുകളായിരിക്കും ഐ പ്രിഫർ ദാറ്റ് വേ. അപ്പം ഈ ഫോക്ക് റെൻഡറിങ് ഉള്ള ഇങ്ങനത്തെ സോങ്സ് എനിക്ക് പാടാനൊക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് താങ്ക്സ് ടു കപ്പ ചാനൽ, കപ്പ TV, സുമേഷ് ലാൽ സർ ആൻഡ് ടീം. ഞങ്ങൾ രണ്ടാമത്തെ കോൺസെർട്ടാണ് മ്യൂസിക് മോജോയിൽ ചെയ്യുന്നത്. അപ്പോൾ എനിവേസ് താങ്ക്സ് ടു ദ ഓഡിയൻസ് ഓൾസോ ഇത്രയും ഞങ്ങളെ സ്വീകരിച്ചതിൽ. You're listening to Star Jam on Club FM 94.3. You're listening to Star Jam on Club FM 94.3. നമ്മളൊരു കാർഡ് ഗെയിം കളിക്കാൻ പോവാണ് വിത്ത് ജോബ് കുര്യൻ. സിംഗർ ജോബ് കുര്യൻ എന്റെ കൂടെ ഉണ്ട്. ആർ യു റെഡി? Star Jam with RJ Sean. ആൻഡ് ഈ 3 കാർഡിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഷ്ടമുള്ള ക്വസ്റ്റ്യന് മാത്രം ആൻസർ പറഞ്ഞാൽ മതി. സോ കാർഡ് നമ്പർ 1. യൂട്യൂബിൽ ഹിറ്റായ ഉടൻ പാട്ടുകാർക്ക് അവസരം കിട്ടുന്നുണ്ട്. അവസരം തേടി നടക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് യൂട്യൂബിൽ ഹിറ്റായ ഉടൻ പാട്ടുകാർക്ക് അവസരം കിട്ടുന്നു, പക്ഷെ CD-യും തൂക്കി എന്റെ പാട്ട് കേൾക്കൂ സാർ, എന്നെ പാട്ട് പാടിക്കൂ സാർ എന്ന് പറയുന്നത് തേടി നടക്കുന്നവർക്ക് അവസരം കിട്ടുന്നുണ്ടോ? ഇതിന്റെ എന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് യൂട്യൂബ് ഇന്ന് വൺ ഓഫ് ദി മോസ്റ്റ് റീച്ചിങ് ഒരു മീഡിയമാണ്. എല്ലാവരും ഫോളോ ചെയ്യുന്നതും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരു മീഡിയമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ CD-യുടെ കാലം എന്തായാലും കഴിഞ്ഞു. ദാറ്റ്സ് ഫോർ ഷുവർ. യൂട്യൂബ് ആണെങ്കിൽ CD ആണെങ്കിൽ യോഗം വരുമ്പോൾ പാട്ട് കിട്ടുള്ളൂ. അതാ ദാറ്റ്സ് എ പോയിന്റ്. ബാക്കി 2 കാർഡ് വായിക്കല്ലേ? എന്തായാലും വായിക്കാം. കാർഡ് നമ്പർ 2. പാട്ട് വഴങ്ങാത്ത അഭിനേതാക്കൾ സിനിമ പാട്ട് പാടുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? പാട്ട് വഴങ്ങാത്ത അഭിനേതാക്കളും സിനിമാ പാട്ടുകൾ പാടുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ഇതിന് ഉത്തരം പറയാൻ ആശയുണ്ടോ? തെറ്റു പറയാൻ പറ്റില്ല. കാര്യം ഇറ്റ്സ് എ പ്രൊമോഷൻ ആയിട്ടാണ് അതിന്റെ ഫിലിം ആൾക്കാർ കാണുന്നത്. നത്തിങ് മോർ ദാൻ ദാറ്റ്. എനിക്ക് തോന്നുന്നൊരു മ്യൂസിക്കാലിറ്റി അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ഒരു ക്വാളിറ്റിയോ അപ്പുറം അത് അവരുടെ സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് അവർ പാടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. കാര്യം ലാലേട്ടനായാലും മമ്മൂക്കായാലും ഇപ്പം ജയറാമേട്ടനായാലും എല്ലാവരും തന്നെ പാടുമ്പോൾ അതൊരു ക്യൂരിയോസിറ്റിയാണ് കേൾക്കുന്ന ഓഡിയൻസിന്. ഇപ്പം എന്റെ കൂടെ ഞാൻ ഹണിബിയിൽ ലാൽ സാറ് പാടിയിരുന്നു ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകേ പിറകെ വരുമോ. അവരൊരു ഫിലിം സ്റ്റാറാണ്. അപ്പൊ അവര് പാടുന്ന കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ആക്ച്വലി. പാട്ടുകാർ സ്വന്തം പാട്ടും സ്വന്തം ബാൻഡും ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഐ തിങ്ക് ഇന്നത്തെ കാലത്ത് എല്ലാ യങ് സിംഗേഴ്സിനും സ്വന്തമായിട്ട് ഒരു ബാൻഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പുറത്തെ രാജ്യങ്ങളിലെ മ്യൂസീഷ്യൻസ് നോക്കിയാൽ എല്ലാം ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസ് ആണ്. അതായത് അവർ കമ്പോസ് ചെയ്യും, സോങ് റൈറ്റേഴ്സ്, പാട്ട് അവർ എഴുതും, എന്നിട്ട് അത് അവരുടെ ഒരു ആൽബമായിട്ട് റിലീസ് ചെയ്യും. മനസ്സിലല്ലേ? അവിടെ ഫിലിമിൽ കൂടെ അല്ല ആർട്ടിസ്റ്റുകൾ പുറത്തേക്ക് വരുന്നത്. ഇതുപോലെ ഇൻഡിപെൻഡന്റ് ആൽബംസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സീനാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇറ്റ്സ് ഡിഫറെന്റ്. ലൈക്ക് ഫിലിം മ്യൂസിക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും എല്ലാ മ്യൂസീഷ്യനും അല്ലെങ്കിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം നമുക്ക് ഫീൽ ചെയ്യുന്ന മ്യൂസിക് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഒരു സർക്കിൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും മ്യൂസിഷ്യൻ സർക്കിൾ ഉണ്ടാക്കി, അതൊരു രസമുള്ള അനുഭവം തന്നെയാണ്. That's Job Kurian with me on Star Jam. ഇത് Club FM. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. You are under arrest. ജോബിനെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്റെ ദൈവമേ പെട്ടോ. A singer is under arrest and his name is Job Kurian, young singer. And are you ready? Yeah. പാടിയ പാട്ടുകളെല്ലാം ജോബിന്റെ ഹിറ്റ് ആയിട്ടുണ്ട്. യു ആർ എ ബ്ലെസ്ഡ് സിംഗർ. I feel I'm blessed. യു ആർ എ സൂപ്പർ സ്റ്റാർ. അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ തുടങ്ങി ഇപ്പോൾ റൈറ്റ് നൗ യു ആർ എ സൂപ്പർ സ്റ്റാർ. പക്ഷെ എന്നിട്ടും ജോബ് കുര്യൻ എന്നുള്ള ഒരു സിംഗർ, ഒരു റെക്കഗ്നൈസ് സിംഗർ ആയി എന്ന് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് എ പ്രോസസ്. നമ്മൾ ഈ എളുപ്പം എന്നുള്ള കാര്യമല്ല ഇതൊന്നും. ഇത്രയും ആൾക്കാരുടെ മനസ്സിലേക്ക് നമ്മൾ പഴയ ഈ പറഞ്ഞ പോലെ വി ഹാവ് സീൻ ലെജൻഡ്സ് ഒത്തിരി പേര് നമ്മുടെ മുകളിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത പോലെ നമ്മളെ എത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് മ്യൂസിക്കലി ചെയ്തുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. എന്നെങ്കിലുമൊക്കെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ ജോബാണോ ഈ ജോബ് എന്ന് ചോദിക്കും പല പാട്ടുകളും കേൾക്കുമ്പോൾ. ആ ജോബാണല്ലേ ഈ പാട്ട് പാടിയത് എന്ന് ഉള്ള ഒരു ഫീലിംഗ്, അതൊരു ഗുഡ് ഫീലിംഗ് ആണോ ബാഡ് ഫീലിംഗ് ആണോ? ശരിക്കും പെട്ടെന്ന് വോയിസ് റെക്കഗ്നൈസ് ചെയ്യുക, പക്ഷെ മുഖം മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ പേരിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം പല ആൾക്കാരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അതാണ്, അത് പതുക്കെ എത്തുള്ളൂ. അത് ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. ഞാൻ എന്നെ കുറിച്ച് മാത്രമാണ് എന്റെ പറയും. കാരണം ഞാൻ എന്റെ എഫേർട്ട് എന്റെ ഭാഗത്തുനിന്ന് ഇടുക. അതാണ് എന്റെ ഫാദർ എൻ്റെ അടുത്ത് പറയാനുള്ളത്. പണ്ട് കോമ്പറ്റീഷനുകൾ തോക്കുമ്പോഴൊക്കെ ഞാൻ ഇഷ്ടംപോലെ അങ്ങനെ വന്ന ആളാണ്. അപ്പൊ എനിക്ക് ഐ ഫീൽ ഐ ഷുഡ് ഡു മൈ പാർട്ട്. പിന്നെ ദൈവം
ദൈവത്തിന്റെ ഭാഗം എപ്പോഴെങ്കിലും നമുക്ക് വരാനുള്ളതാണെങ്കിൽ വരും. എല്ലാവരും പറയാറുണ്ട് സിനിമ ഇൻഡസ്ട്രി ഒരു കാലത്ത് ക്രൈസിസിലായിരുന്നു. ഇപ്പൊ പറയുന്നത് മ്യൂസിക് ഇൻഡസ്ട്രി ക്രൈസിസിലാണെന്ന്. ശരിക്കും ക്രൈസിസിലാണോ? കാരണം CDs ആരും മേടിക്കുന്നില്ല, DVDs ആരും മേടിക്കുന്നില്ല. പൈറസിയും ഇതൊക്കെ അതിന്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഈ റെക്കോർഡ് ലേബിൾസ് വറീഡ് ആവും, അവർക്ക് റിട്ടേൺസ് കിട്ടത്തില്ല. അപ്പോൾ ഹൗ ഇസ് എഫക്റ്റിംഗ് ഒരു യങ് സിംഗറിന്റെ നിങ്ങളുടെ എന്താ പറയാ ഒരു 10 years down the line നിങ്ങളുടെ പ്രോസ്പെക്ടസിനെ അത് ബാധിക്കില്ലേ? ഞാനത് അങ്ങനെ ചിന്തിക്കാത്ത ഒരാളാണ്. നമ്മളുടെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കി വരാനുള്ള അത് എസ്പെഷ്യലി മ്യൂസിക് എന്ന് പറഞ്ഞ കരിയറായിട്ടൊക്കെ ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ ഇറ്റ്സ് ഫ്ലക്ച്വേറ്റിംഗ്, ഒന്നും പറയാനൊക്കെ ഇല്ല. ഇറ്റ്സ് ഹൈലി കരിയർ വൈസ് പ്രൊഫഷൻ അങ്ങനെ നോക്കിയാൽ ഇറ്റ്സ് വെരി റിസ്കി. നമ്മൾ ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്തൊരു ഫീൽഡാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഗോഡ് ഗിവൺ ഗിഫ്റ്റ് മാക്സിമം ചെറിഷ് നറിഷ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്ത് ചെയ്യുക എന്നുള്ളതാണ് മൈ പോയിന്റ്. അതിൽ കൂടെ എനിക്കൊരു ലൈവ്ലിഹുഡ് ഉണ്ടാവുന്നെങ്കിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട്. That's Job Kurian with me on Star Jam. ഇത് Club FM. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. ഇന്നലകളെ തിരികെ വരുമോ, കനവിനഴകെ പിറകെ വരുമോ, ഒന്നു കാണാൻ കനവു തരുമോ, കൂടെ വരുവാൻ ചിറകു തരുമോ. Super. Well, Job, thank you so much for being a part of the show. It was a great show. And finally, how was Star Jam? ഞാൻ പറയാം, ആദ്യമായിട്ടാണ് ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്. ഭയങ്കര എനിക്ക് പേടിയായിരുന്നു ആക്ച്വലി. പക്ഷേ യു ആർ വെരി ഗുഡ്. സ്പേസ് തന്നു തന്നെ സംസാരിച്ചു. എനിക്ക് നല്ലോണം സംസാരിക്കാൻ അറിയില്ല. One single question. ജോബ് ഈ ഷോയിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയാലിറ്റി ഷോസിൽ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഹിസ് ഗ്രേറ്റസ്റ്റ് മെസ്സേജ് ഫോർ യു അല്ലെങ്കിൽ ഹിസ് ബിഗസ്റ്റ് മെസ്സേജ് ഫോർ യു ഇസ് ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ. അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇറ്റ് ഗിവ്സ് യു ഇൻസ്റ്റന്റ് ഫെയിം ആൻഡ് പോപ്പുലാരിറ്റി. ബട്ട് മ്യൂസിക്കലി ഞാൻ ഉൾപ്പെടെ പറയാണ്, നമ്മൾ ഒന്നും ആകുന്നില്ല എവിടെയും. മനസ്സിലായില്ല. യു ഹാവ് ടു ഈ കാരണവന്മാർ പറയണ പോലെ അല്ലെങ്കിൽ വലിയ ആൾക്കാർ പറയണ പോലെ കടലാണ് മ്യൂസിക് എന്ന് പറയുന്ന സംഭവം. ഇറ്റ്സ് വെരി ടഫ്. നമ്മൾ പോപ്പുലാരിറ്റി എന്നുള്ള മാത്രമല്ലല്ലോ, അതിന്റെ മ്യൂസിക്കിന് ഒരു ജെനുവിനിറ്റി വേണം. ഒരു സീസൺ കൊണ്ട് എവിടെയും എത്തില്ല. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കുള്ളൂ, ഇങ്ങനെ പറയണ സമയത്ത് ജോബ് എപ്പോഴും ക്യാരിഡ് അവേ ആയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സ്വന്തമായിട്ട് പറയണം ബി ഗ്രൗണ്ടഡ് എന്നുള്ളതാണ് എന്റെ പോളിസി. അങ്ങനെയാണ് ആവാൻ ശ്രമിച്ചിട്ടുള്ളത്. കണ്ടിട്ടുണ്ടോ ജോബ് ആരെങ്കിലും സ്റ്റാർഡമിന്റെ പുറകിൽ, ഫെയിമിന്റെ പുറകിൽ ഓടുന്ന? ഒത്തിരി പേരെ നമ്മൾ ഇങ്ങനെ റിയാലിറ്റി ഷോസ് ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വി ഫീൽ ദാറ്റ് ബോഡി ലാംഗ്വേജ് ഇസ് ലൈക്ക് ദാറ്റ്. അയ്യോ ഇത്രയും സ്കില്ലുണ്ടായിട്ട് ചിലപ്പോൾ ക്യാരിഡ് ആവുന്നുണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് അങ്ങനെ ആവരുതേ എന്നാണ് ലൈക്ക് എനിക്കും എന്റെയും ആഗ്രഹം. ഐ ഓൾവേസ് ട്രൈ ടു ബി ലൈക്ക് ഗ്രൗണ്ടഡ്. ബാക്കിയുള്ളവർ അങ്ങനെയാണെങ്കിൽ മ്യൂസിക്കലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഒരു ഫർദർ ഇതാണല്ലോ നമ്മൾ ചെയ്യണം. അത് യു ആർ വെരി ഹംബിൾ, യു ആർ വെരി സിമ്പിൾ. താങ്ക് യു വെരി മച്ച് ജോബ്. താങ്ക് യു ഷാൻ. ആൻഡ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. സോ ഹാവ് ടൺ കണക്കിന് ഫൺ.